കോളിഫ്ലവർ ബിരിയാണി. ഇതിനായി ഒരു കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിപ്പിച്ചെടുക്കണം. മസാലയ്ക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല, അത് തൈര് ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കട്ട് ചെയ്തെടുക്കാം. വെന്ത് വന്ന കോളിഫ്ലവർ നമുക്ക് മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് തന്നെ മസാലയ്ക്ക് വേണ്ടി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല നന്നായി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഇനി കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാല റെഡിയായി. ഇനി ബിരിയാണിക്ക് വേണ്ടി റൈസ് ഉണ്ടാക്കണം. ഒരു 2 കപ്പ് റൈസ് ഞാൻ കഴുകിയെടുത്ത് കുറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സ്പൈസസ് ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ എടുത്ത് അതിൽ കുറച്ച് ഡാൽഡ ഇട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടുന്ന പോലെ ആദ്യം ഒന്ന് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. പുതിനയിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തില്ല, അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ അരിയും റൈസും മസാലയും അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് ഒന്ന് അടിച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.